അൻവറിന്റെ പരാതിയിൽ ശരിയായ നടപടി സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഘട്ടത്തിൽ പാർട്ടിക്കും സർക്കാരിനുമെതിരെ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണങ്ങൾ ഏറ്റുപിടിച്ച് മുന്നോട്ട് വന്നത് തെറ്റിതിരുത്തി കൂടെ നിർത്താനുള്ള സമീപനത്തിന് പാർട്ടിയില്ല എന്നുള്ള കൃത്യമായ മറുപടി തന്നെയാണ്. എന്നാൽ അത് മനസ്സിലാക്കാനോ തെറ്റിതിരുത്തി മുന്നോട്ടേക്ക് പോകാനോ തയ്യാറാവാതെ താൻ സ്വയം ഒരു സ്വതന്ത്രനായി നിയമസഭയിൽ നിൽക്കുന്ന ഒരു നില ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാർട്ടി ഈ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്. പാർലമെന്ററി പാർട്ടി അംഗത്വത്തിനുള്ള സ്ഥാനം സ്വയം വലിച്ചെറിയുന്ന രീതിയാണ് അൻവർ സ്വീകരിച്ചത്. അതും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതോടെ അൻവറിന്റെ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടെ അവസാനിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ദുഷ്പ്രചരണങ്ങളെ തുറന്നു കാട്ടുന്നതിനും പ്രതിരോധിക്കാനും പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ആരെങ്കിലും ഓരോരാളായിട്ട് പറഞ്ഞു ഓരോരാളായിട്ട് പറഞ്ഞു എല്ലാം പറയുന്നതിന് കേൾക്കാം. അൻവറിന്റെ കാര്യത്തിൽ ആകട്ടെ അക്കാര്യം പാർട്ടി പരിശോധിക്കുന്നതിന് മുമ്പാണ്. അല്ല, പാർട്ടി പരിശോധിക്കേണ്ട കാര്യമില്ലേ, പാർട്ടി പരിശോധിക്കേണ്ടതേ ഉള്ളൂ. അൻവർ എഴുതി കൊടുത്ത പരാതിയെ സംബന്ധിച്ച് ഗവൺമെന്റ് എടുക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഗവൺമെന്റ് എടുത്തത്. ആ ഗവൺമെന്റ് എടുത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും അറിയുന്നതാണ്. അന്വേഷിക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു. DGPയെ തന്നെ അതിന്റെ ചുമതല ഏൽപ്പിച്ചു. 1 മാസത്തെ കാലാവധി പരിശോധിക്കട്ടെ, അന്വേഷിക്കാം. പിന്നീട് എഴുതുന്നത് ഒരു പ്രശ്നം ശശിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. പാർട്ടി പരിശോധന എന്ന് പറയുന്നത് ഗവൺമെന്റ് പരിശോധന പോലെ പരസ്യപ്പെടുത്തുന്ന പരിശോധനയല്ലല്ലോ. ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ അതിന്റെ അതെ ഭാഗമാണ്. അല്ല, അത് DGPയുടെ അത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനാണല്ലോ പറഞ്ഞത്. അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ട് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അതും പരിശോധിക്കാം. അതെ, അതും കൂടി വരും. ഒരു ലൈംഗിക ആരോപണവും ഞങ്ങളുടെ മുമ്പിലില്ല. ഇല്ല. പാർലമെന്ററി പാർട്ടി അംഗത്വം അൻവർ സ്വയം വലിച്ചു വന്നിരിക്കുന്നു അങ്ങ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അൻവറിനെതിരെ പാർട്ടി എന്ത് നടപടി സ്വീകരിക്കും? അൻവറിനെതിരായിട്ട് എന്ത് നടപടി സ്വീകരിക്കാനോ പാർട്ടി മെമ്പർ പോലും അല്ലാതെ അൻവറിനെതിരായിട്ട് പാർട്ടി നിലപാടാ സ്വീകരിക്കുക? സഹകരിപ്പിക്കുന്നതിനടക്കമുള്ള നടപടിയാണ് ഞാൻ വിസ്തരിച്ച് ആദ്യം മുതൽ അവസാനം വരെയുള്ളത് വിസ്തരിച്ചത്. ഇന്നലത്തതോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഞാൻ പാർലമെന്ററി പാർട്ടി യോഗത്തിലും പങ്കെടുക്കില്ല, ഞാൻ LDFന്റെ ഭാഗമായിട്ട് നിൽക്കുകയും ചെയ്യില്ല എന്ന് അദ്ദേഹം നിലപാട് പരസ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിത് നിലപാട് സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. രാവിലെ അദ്ദേഹം നൽകിയ അഭിമുഖങ്ങളിലൊക്കെ പറയുന്നത് വരെ തുടരും എന്ന ഒരു പുതിയ പ്രതികരണമുണ്ട്. നോക്കാം, നമുക്ക് നോക്കാം. അൻവർ ഇപ്പോൾ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഒരുപാട് രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിന്റെ സ്ഥിതി എന്താണ് എന്നുള്ളതൊന്നും മനോനില എന്താണ് എന്നൊന്നും എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പാർട്ടിക്ക് അൻവറെ പുറന്തള്ളണം എന്ന ഒരു അഭിപ്രായവും അന്നുമില്ല ഇന്നുമില്ല. പറഞ്ഞു മനസ്സിലായില്ല. അല്ലല്ല, ഇപ്പൊ നിലപാട് സ്വീകരിച്ചല്ലോ. ഇനി എന്ത് എന്നുള്ളത് അൻവറാണ് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത്. നേരത്തെ പല വിഷയങ്ങളിലും അദ്ദേഹം പല കാര്യങ്ങളും ഉന്നയിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. അങ്ങനെയൊക്കെ CPM ശക്തമായി പിന്തുണയ്ക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയായി മാറി എന്നാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് UDFിലേക്ക് എടുക്കുന്നതിന് സുധാകരൻ പറഞ്ഞ തടസ്സം അദ്ദേഹം ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പരിഹരിച്ചു. ശ്രദ്ധിച്ചില്ലേ ഇന്നലെ? എന്തായിരുന്നു സുധാകരൻ പറഞ്ഞത്? അല്ല, ഞങ്ങളിപ്പോൾ ഓരോന്നോരോന്നായിട്ട് അംഗീകരിക്കുകയും ഓരോന്നോരോന്നായിട്ട് എതിർക്കുകയും ചെയ്യേണ്ടതല്ലോ. പൊതുവായിട്ടല്ലേ ഞങ്ങൾ നിലപാട് സ്വീകരിക്കുക. രാജീവ് ഗാന്ധിയുടെ, അതായത് രാഹുലിന്റെ പിതാവിന്റെ കാര്യമാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞല്ലോ,
കരുണാകരനും നേതാക്കന്മാരെല്ലാം നിൽക്കുന്നു വണ്ടിയായിട്ട്. എന്നിട്ട് രാജീവ് ഗാന്ധി എൻ്റെ ബാപ്പയുടെ കാറിലാണ് പോയത് എന്ന് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ പറഞ്ഞല്ലോ. മാത്രമല്ല രാഹുൽ ഗാന്ധിയെ പറ്റി ഞാൻ പറഞ്ഞത് അന്നത്തെ ഒരു സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിശദീകരിച്ചത് മാത്രമാണ്. എനിക്ക് ആ കുടുംബവുമായിട്ട്, നെഹ്റു കുടുംബം ഉൾപ്പെടെയുള്ള കുടുംബവുമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്ന് സുധാകരൻ പറഞ്ഞതിന്റെ ഭാഗമായിട്ടുള്ള തടസ്സം നീക്കുന്ന നിലപാട് ഇന്നലെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വെച്ചു എന്നുള്ള പറഞ്ഞു. താങ്കൾ പറഞ്ഞു കോൺഗ്രസിൽ നിന്നാണ് അദ്ദേഹം വന്നതെന്ന്. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായോ വർഗ ബഹുജന സംഘടനകളുമായോ ഒരു ബന്ധമില്ല. ഇത് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിൽ CPM പയറ്റുന്ന രാഷ്ട്രീയ നിലപാട് ഒരു തിരിച്ചടിയായി മാറുകയാണ് എന്നുള്ളത് തെളിവല്ലേ? ഒറ്റ കാര്യം, ജലീൽ ഭാഗികമായി ഇദ്ദേഹത്തെ പിന്തുണച്ചു. മലപ്പുറം ജില്ലയിൽ CPM വളർത്തിക്കൊണ്ടുവന്ന നേതാക്കൾ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായോ വർഗ ബഹുജന സംഘടനകളുമായോ ബന്ധപ്പെട്ടവരല്ല. ഞങ്ങള് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതിലിപ്പോൾ CPIM-ന്റെ അംഗമായിരിക്കണം എന്നൊന്നും ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. ജലീൽ ഇപ്പോഴും പാർട്ടി മെമ്പറല്ല. കേക്ക് ജലീൽ ഇപ്പോഴും പാർട്ടി മെമ്പറല്ല. അൻവറും അതെ ഒരുപാട് ആളുകൾ സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് വിവിധ പാർട്ടികളിൽ നിന്നൊക്കെ വന്നവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ശക്തിയായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിന് മലപ്പുറത്തും ഇതുപോലുള്ള നിരവധി ആളുകളെ ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് വരുന്ന ആളുകളെ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് അടിസ്ഥാനപ്പെടുത്തിയൊന്നുമല്ല, ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് വരുന്ന ആളുകളെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർ മുമ്പോട്ടേക്ക് വന്നിട്ടുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത്. ജലീൽ മാത്രമല്ല, നിരവധി ആളുകൾ വേറെയുണ്ട്. ഞാനിപ്പോൾ ഓരോരാളെയും പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. ഓരോരാൾ പറഞ്ഞാലേ ആര് ആ ഭാഗം മതിയാക്കി. നിങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പിണറായിക്കെതിരെ വ്യക്തിപരമായിട്ട് ആരോപണമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി എന്ന നിലക്ക് പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലക്കാണ് പിണറായി വിജയൻ കേരളത്തെ അറിയുന്നത്. അദ്ദേഹത്തിന് ഇത്ര ആരോപണം ഉന്നയിച്ചിട്ടും ശക്തമായ ഒരു പ്രതികരണമോ അല്ലെ അദ്ദേഹത്തിന് പാർട്ടിയായിട്ട് ബന്ധമില്ലെന്നും അല്ലെ അദ്ദേഹത്തെ പാർട്ടിയിലുള്ള എല്ലാ സ്ഥാനങ്ങളിലും ബന്ധങ്ങൾ നീക്കുമെന്നുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല. പാർട്ടി എന്ന രീതിയിലുള്ള ഒരു ബന്ധമില്ല. ഒന്നുകിൽ അദ്ദേഹം പാർട്ടി മെമ്പറാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ബഹുജന സംഘടനയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനത്തിൽ അദ്ദേഹം ഉണ്ടാവണം. അതിന് കേൾക്ക് അത് പുറത്താക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ അതിനിപ്പോ വരാൻ പോകുന്നല്ലേ ഉള്ളൂ. പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയല്ലേ ഉള്ളൂ. അതിപ്പോ ഒരു യാന്ത്രികമായൊരു ചോദ്യമാണ്. അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരായിട്ട്, പാർട്ടിക്കെതിരായിട്ട് തെറ്റായ പ്രചാരവേല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൂർഷ്വാ മാധ്യമങ്ങൾക്ക് അനുകൂലമായിട്ടും ബൂർഷ്വാ പാർട്ടികൾക്ക് അനുകൂലമായിട്ടും നിൽക്കുന്ന ഒരു നിലപാട് അതിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന ആദ്യത്തെ സെന്റൻസാണ് ഞാൻ വിശദീകരിച്ചത്. എന്നിട്ടും പിന്നെ എന്താണ് അത്ര ശക്തിയാവാതെ ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ ശക്തിയാക്കി. നേരത്തെ അത്ര ശക്തി ഉപയോഗിച്ചിട്ടില്ല. ഈ ശക്തിയിൽ പറഞ്ഞാൽ പോരെ? പൂർണ്ണമായും അത് പറഞ്ഞു തീർക്കട്ടെ. പൂർണ്ണമായും ഈ പറയുന്ന അൻവറുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിന്റെ തന്നെ നിലപാടിനെ തുടർന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിന്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ കുളത്തി വിരിക്കേണ്ട കാര്യമില്ല.